സോ ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ദൃശ്യം ത്രീൻ്റെ മൂവി ട്രെയിലർ കണ്ടു. എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേറൊന്നുമല്ല ഗൈസ്, ദൃശ്യം 1 ഞാൻ കണ്ടു. ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് ദൃശ്യം 1 കണ്ടത്. ആൻഡ് ഇറ്റ് വാസ് ടോട്ടലി അമേസിങ് ആൻഡ് ഗുഡ് മൂവി. ആൻഡ് ദൃശ്യം 2 ഞാൻ കണ്ടു. ദൃശ്യം 2വും അതേപോലെ തന്നെ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ആൻഡ് ഞാൻ ആലോചിച്ചു ദൃശ്യം 2ൽ എന്തായിരിക്കും ഇവർ കൊണ്ടുവരിക. ആൻഡ് ദൃശ്യം 2 ഓൾസോ പീക്ക് ഗുഡ്. രണ്ടും 1ഉം 2ഉം അടിപൊളിയാണ്. ആൻഡ് ഞാൻ ആദ്യം വിചാരിച്ചു ദൃശ്യം 2ഓടെ ഈ മൂവി അല്ലെങ്കിൽ ദൃശ്യം മൂവീൻ്റെ എൻഡ് ആയിരിക്കുമെന്ന്. കാരണം 2 വാസ് എ പെർഫെക്റ്റ് എൻഡിങ്. കാരണം ഇതിന് വേറൊരു എവിഡൻസ് ബാക്കിയില്ല. ആകെ ഒരു ഐ വിറ്റ്നസ് എന്ന് പറയാനാണെങ്കിൽ ഒരു ക്രിമിനൽ. ആൻഡ് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് ജോർജ് കുട്ടീനെ പൂട്ടിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജോർജ് കുട്ടിയുടെ ബ്രെയിൻ അടിപൊളിയായതുകൊണ്ടും നമ്മൾ ജോർജ് കുട്ടി അതൊന്നും ഭയങ്കര ഈസിയായിട്ട് എസ്കേപ്പ് ചെയ്തു. ബട്ട് എസ്കേപ്പ് ചെയ്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നല്ല, മറ്റേ വരുൺ ദിവാകറിൻ്റെ ആകെയുള്ള ലൈക്ക് എന്താ പറയുക, ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ആ ഈ ഒരു സ്കെൽട്ടൺ ആയിരുന്നു. ആ സ്കെൽട്ടണും ഇപ്പോൾ ഡിസ്ട്രോയിഡ്. ആൻഡ് ഇനി വേറൊന്നും ഇല്ല. എനിക്ക് ഇവർ ദൃശ്യം 3യിൽ ഇവർ എന്താ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് എനിവേ ദൃശ്യം 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ, കാരണം ദൃശ്യം 2 വാസ് എ പെർഫെക്റ്റ് എൻഡിങ്. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊരു മൂവി ഇനി ഇതിനെപ്പറ്റി പോകുന്നതിനെ കൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി എന്തായിരിക്കും ഇനി ഇവർ കൊണ്ടുവരിക. കാരണം വരുൺ ദിവാകറിൻ്റെ ഇനി ലൈക്ക് ഒരു എവിഡൻസും കളക്ട് ചെയ്യാൻ പറ്റില്ല. അത്രക്കും ക്ലോസ്ഡ് ആയി ആ കേസ്, അങ്ങനെ ക്ലോസ്ഡ് ആയി. ഇനിയിപ്പോൾ ഇവർ വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ഇവർക്ക് സോളിഡ് എവിഡൻസ് വേണം. സോളിഡ് എവിഡൻസ് ഇവർ ആദ്യ പ്രാവശ്യം കൊണ്ടുവന്ന് ചിറ്റിപ്പോയി, രണ്ടാം പ്രാവശ്യം കൊണ്ടുവന്ന് അതും ചിറ്റിപ്പോയി. ഇനിയിപ്പോൾ ഇത് എന്തുകൊണ്ടുവരാണ്? ഇനിമേ അത് വിട്ട് ദൃശ്യം 2 വാസ് എൻഡിങ് വാസ് പെർഫെക്റ്റ് ആയിരുന്നു. ഇനി അതിൻ്റെ അപ്പുറത്തൊരു സാധനം വരാൻ ചാൻസേ ഇല്ലായിരുന്നു. ബട്ട് ദൃശ്യം 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഏതോ റീലിൽ ഏതോ ഒരു ഡയലോഗ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് 2-3 കാര്യങ്ങളാണ്. റീൽ ഞാൻ എന്തോ കണ്ട്, ആരാ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. ബട്ട് റീൽ ഞാൻ കണ്ട വേറൊന്നല്ല. റീലിനെ അവർ പറയുന്നത് വെച്ചാൽ അടുത്തത് ജോർജ് കുട്ടി ഇതുവരെ എക്സ്പെക്ട് ചെയ്ത എനിമീസ് ആയിരുന്നു ഇത്രയും കാലം ദൃശ്യം 1ഉം 2ഉം. ഇനി അതായത് ദൃശ്യം 3യിൽ തൻ്റെ എനിമി, അതായത് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നത് ആരാന്ന് അറിയാണ്ടാണ് ജോർജ് കുട്ടി കരിക്കൾ നീക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ദൃശ്യം 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദൃശ്യം 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇനി ജോർജ് കുട്ടീൻ്റെ പുറകെ വരുന്നത് മീഡിയാസാണ്. ലൈക്ക് പോലീസ് വന്നു, വരുൺ ദിവാറിൻ്റെ ഫാമിലി വന്നു. ഇവർ രണ്ടാളാണ് മെയിനായിട്ട് ജോർജ് കുട്ടീനെ എതിരെ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി കളിക്കാൻ പോകുന്നത് മീഡിയാസാണ്. മീഡിയാസ് ഇതിൻ്റെ ട്രൂത്ത് അൺകവർ ചെയ്തിട്ട് ഇതിൻ്റെ ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ദൃശ്യം 3. ആൻഡ് എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ദൃശ്യം 3യിൽ നമുക്ക് ഓൾമോസ്റ്റ് നാട്ടുകാർക്കും പറയാം, പോലീസിനും പറയാം, ഫാമിലിക്കും അറിയാം ജോർജ് കുട്ടിയുടെ കുടുംബമാണ് ഇത് ചെയ്തത്. ബട്ട് നോ വൺ ഹാസ് ദ പെർഫെക്റ്റ് എവിഡൻസ്. ആരുടെ അടുത്തും കറക്റ്റ് എവിഡൻസ് ഇല്ല, പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു നടന്ന സംഭവം എന്നാണ് ഇപ്പോൾ വരുൺ ദിവാകറിൻ്റെ കൊലക്കേസിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. ബട്ട് പോയിട്ട് ഞാൻ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതാണ്, വേറൊന്നല്ല. എനിക്ക് ദൃശ്യം 3യിൽ എനിക്ക് തോന്നുന്നത് ദൃശ്യം 1ൽ നമ്മുടെ ഈ പണി കിട്ടാൻ ലൈക്ക് ഇത് കേസിൻ്റെ ഏറ്റവും വലിയ സംഭവമായിരുന്നു നമ്മുടെ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ. ആൻഡ് ഇളയ മകളുടെ സംഭവം എല്ലാം പറഞ്ഞു. ആൻഡ് അവിടെ കേസിൻ്റെ ഇത് മാറി. അപ്പോൾ ദൃശ്യം 1 അങ്ങനെ. കാരണം ദൃശ്യം 1ൽ ഫസ്റ്റ് ബ്രേക്ക് ചെയ്തത് ജോർജ് കുട്ടിൻ്റെ ഇളയ മോളാണ്. ആൻഡ് ദൃശ്യം 2ൽ ഇവർ കുറച്ചും കൂടി ഭയങ്കര കെയർലെസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ജോർജ് കുട്ടിയുടെ ഭാര്യ പുള്ളിക്കാരിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് ചേച്ചിനോട് കാര്യമെല്ലാം തുറന്നു പറയുന്നു. ലൈക്ക് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിലും കറക്റ്റ് പറയുന്നു. ഉൾട്ട പോലും ഇല്ല. ജസ്റ്റ് അയ്യോ എൻ്റെ മോളല്ല അവനാ ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക, അയ്യോ ജോർജ് കുട്ടി അവിടെ എങ്ങാനാണോ ഇനി കുഴിച്ചിട്ടത്. ഇത് ഇത്ര ത്വരയുള്ള ചേച്ചി, ഇത്രയും വിശ്വാസമുള്ളൊരു, എനിക്ക് പറയാനില്ല, അയൽവക്കത്ത് ഇത്രയും വിശ്വാസമുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനത്തെ കൊലപാതക കേസ് ആരടുത്തും പറയാൻ പാടില്ല എന്ന് ജോർജ് കുട്ടി സ്പെസിഫിക്കലി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച വേണ്ട എന്ന് പറഞ്ഞ കൊലപാതക കേസിനെ കുറിച്ചാണ് അയൽവക്കത്തെ ചേച്ചീൻ്റെ കൂടെ നമ്മുടെ ജോർജ് കുട്ടീൻ്റെ ഭാര്യ എല്ലാം വെളിപ്പെടുത്തിയത്. എനിവേ അതങ്ങനെ ഒന്ന് എനിക്ക്. ആൻഡ് പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇളയ മോളൊക്കെ ഫുൾ കെയർലെസ്. ഞാൻ ആ വാഴത്തോട്ടിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാം, ഞാൻ ആ വാഴത്തോട്ടിൽ നിന്നാണ് ജോർജ് കുട്ടി മറ്റേ ബോഡി പൊതിയുന്നത് കണ്ടത്. ഇങ്ങനെയാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇങ്ങനെ ഡ്രമാറ്റിക് ഫീൽ ആയിരുന്നു. അതായത് ചെറുപ്പത്തിൽ നടന്ന സംഭവത്തിൽ ഭയങ്കര കുറച്ച് ഫെയിം നേടി ഈ കുട്ടിക്ക് ഇപ്പോൾ ഇതിൽ കെയർലെസ് ആയിട്ടൊരു സംഭവമാണ്. കുറച്ച് വളർന്നപ്പോൾ ഫെയിം നോ പ്രോബ്ലം, കൊലപാതക എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല.
അങ്ങനെയൊക്കെ ആയിരുന്നു ദൃശ്യം 2 എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ദൃശ്യം 2 ജോർജ് കുട്ടിയും അതേപോലെ ജോർജിൻ്റെ മൂത്ത മോളാണ് കുറച്ചും കൂടി ലൈക്ക് ഇതിനെപ്പറ്റി ഒരു മൂത്ത മോൾക്ക് ഡ്രാമയും കാര്യമായിട്ട് ഒരു വക പോയി. ലൈക്ക് ജോർജ് കുട്ടിയാണ് ഫുള്ളി ഫോക്കസ്ഡ് ഈ കാര്യം ഇത് മോളും ഭാര്യയും എല്ലാവരും കൂടിയിട്ട് സംഭവം ചെയ്തവിടെ വൃത്തിക്ക് ഇതാക്കി കൊളാക്കി വെച്ചിട്ട് ജോർജ് കുട്ടിയാണ് വന്നിട്ട് ഇതൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നത്. ബട്ട് ചെയ്തവർക്ക് ഒരു സീനില്ല മീൻസ് മൂത്ത നമുക്ക് നല്ല ഡ്രാമയുണ്ട്. ബട്ട് ഭാര്യക്കാണെങ്കിൽ ഒരു ലൈക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്ന കുറച്ച് ഇത് സംഭവം അങ്ങനെ എന്താ അറിയാത്തതിൻ്റെ ഒരു ത്വരയുണ്ട്. ബട്ട് ഈസിലി ട്രസ്റ്റ് ചെയ്യുന്നു ആൾക്കാർ. ആൻഡ് അതൊക്കെ അറിയുന്നതുകൊണ്ടാണ് ജോർജ് കുട്ടിയിൽ കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത കാര്യമെല്ലാം മറച്ചു വെക്കുന്നത്. ആൻഡ് ദൃശ്യം 3 ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഞാൻ കണ്ടു. എന്തുകൊണ്ട് ആസിഡിൻ്റെ കാര്യം വീട്ടുകാരോട് അല്ലെങ്കിൽ ഫാമിലിയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനുള്ള വെച്ചാൽ ജോർജ് കുട്ടി ലൈക്ക് ഞാനൊരു ക്രിമിനലാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ദൃശ്യം 3 എന്താ പറയുക, മീഡിയാസ് ആയിരിക്കും പുറകെ വരിക. ബട്ട് മീഡിയാസ് പുറകെ വന്നാലും ഇവർക്ക് ആകെ അൺകവർ ചെയ്യാൻ പറ്റുന്ന ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഓൺലി ഇഫ് അവരുടെ ഫാമിലിത്തെ ഒരാൾ കൺഫസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇവർക്കിതിൻ്റെ ലൈക്ക് ഇവർക്കെതിരെയുള്ള എവിഡൻസ് ഇവർ തന്നെയായിരിക്കും. അല്ലാതെ വേറെ ഒരു പുറത്തുനിന്ന് ഒരു എവിഡൻസും ഒരു സംഭവം ഇവർക്ക് കിട്ടാൻ പറ്റില്ല. ഇത് കിട്ടുന്നതെല്ലാം മിക്കവാറും ഓൾറെഡി കിട്ടിയ കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇഫ് ഒന്നെങ്കിൽ ജോർജ് കുട്ടി, മൂത്ത മോൾ, ഭാര്യ, ഇളയമോൾ, ഇവരാരെങ്കിലും ഒരാൾ സത്യാവസ്ഥ കറക്റ്റ് പറഞ്ഞാൽ മാത്രമേ ജോർജ് കുട്ടിയുടെ കുടുംബം ട്രാപ്ഡ് ആവും. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കേസായിട്ട് ഇത് തീരും. ആൻഡ് ഇഫ് ദൃശ്യം 4 കണ്ടിന്യൂസ് ഐ തിങ്ക് അത് വേറെ വീഡിയോ അറ്റൻഡ് ചെയ്യാം. ഞാൻ ദൃശ്യം 3 കണ്ടിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ദൃശ്യം 3 ഗൈസ് 21 റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഒഫീഷ്യൽ ഡേറ്റ് മാറിപ്പോയിട്ടില്ല. ഒഫീഷ്യൽ ഡേറ്റ് 21 ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്തായാലും ഞാൻ കുറച്ച് മൂവി എന്തായാലും കണ്ടിട്ട് അതിനെപ്പറ്റി ഒരു റിവ്യൂ നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എനിക്ക് ഒഫീഷ്യൽ ട്രെയിലർ കണ്ടതിനെ കൊണ്ട് ഇതൊക്കെ പറയാമെന്ന് തോന്നി ഗൈസ്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ബൈ.